സമാധാന ചർച്ചയ്ക്കായി ശനിയാഴ്ച യു.എസ്. പ്രതിനിധികൾ എത്തും മുൻപേ പാകിസ്ഥാൻ സന്ദർശനം അവസാനിപ്പിച്ച് ഒമാനിലേക്ക് പോയ ഇറാൻ വിദേശകാര്യമന്ത്രിയും സംഘവും ഇസ്ലാമാബാദിലേക്ക് തന്നെ തിരിച്ചെത്തുന്നു എന്ന വാർത്തയാണ് ഒടുവിൽ പുറത്തു വന്നിരിക്കുന്നത്. റഷ്യയിലേക്ക് പോകുന്നതിന് മുമ്പായി അബ്ബാസ് അരാഗ്ചി വീണ്ടും പാകിസ്ഥാനിലെത്തുമെന്ന് ഇറാന്റെ ഔദ്യോഗിക വാർത്താ ഏജൻസിയായ IRNA വ്യക്തമാക്കുകയാണ്. ഇതിനിടെ അരാഗ്ചിക്കൊപ്പം പാകിസ്ഥാനിലെത്തിയിരുന്ന സംഘത്തിലെ ഒരു വിഭാഗം പ്രതിനിധികൾ ഇറാനിലേക്ക് മടങ്ങിയിരുന്നു. യുദ്ധം അവസാനിപ്പിക്കുന്നതുമായി ബന്ധപ്പെട്ട വിഷയങ്ങളിൽ മാർഗനിർദ്ദേശം തേടിയാണ് ഇവർ ടെഹ്റാനിലേക്ക് പോയതെന്നും ഞായറാഴ്ച രാത്രി ഇവർ അരാഗ്ചിക്കൊപ്പം ചേരുമെന്നും ഇറാൻ വാർത്താ ഏജൻസി അറിയിച്ചു. എന്തായാലും പശ്ചിമേഷ്യൻ സമാധാന ചർച്ചകൾ അപ്രതീക്ഷിതമായി റദ്ദാക്കിയതിനു പിന്നാലെ ഇറാൻ പുതിയ വാഗ്ദാനവുമായി തന്നെ സമീപിച്ചു എന്ന് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് വെളിപ്പെടുത്തിയിരുന്നു. പാകിസ്ഥാനിലേക്ക് തിരിക്കാനിരുന്ന നയതന്ത്ര പ്രതിനിധികളുടെ യാത്ര റദ്ദാക്കി 10 മിനിറ്റിനുള്ളിൽ തന്നെ ഇറാൻ പുതിയ മാർഗനിർദ്ദേശങ്ങൾ അടങ്ങിയ രേഖ കൈമാറിയെന്ന് ട്രംപ് വ്യക്തമാക്കിയിരുന്നു. അവർ ഒരുപാട് വാഗ്ദാനം ചെയ്തിട്ടുണ്ട്, പക്ഷേ അതൊന്നും മതിയാകില്ല എന്നായിരുന്നു ഫ്ലോറിഡയിൽ മാധ്യമപ്രവർത്തകരോട് ട്രംപിന്റെ പ്രതികരണം. ഇറാൻ ആദ്യം നൽകിയ രേഖ തൃപ്തികരമല്ലായിരുന്നുവെന്ന് ട്രംപ് വിശദീകരിച്ചു. എന്നാൽ ചർച്ചയിൽ നിന്ന് പിന്മാറുകയാണെന്ന് അമേരിക്ക പ്രഖ്യാപിച്ചതോടെ മിനിറ്റുകൾക്കകം കൂടുതൽ മെച്ചപ്പെട്ട മറ്റൊരു നിർദ്ദേശം ഇറാൻ മുന്നോട്ട് വെച്ചു. ആദ്യത്തേതിനേക്കാൾ മികച്ചതായിരുന്നു രണ്ടാമത്തെ രേഖ, പക്ഷെ തങ്ങൾ ആഗ്രഹിക്കുന്ന തലത്തിലേക്ക് അവർ എത്തിയിട്ടില്ല, ട്രംപ് വ്യക്തമാക്കി. ഇറാന്റെ ഭാഗത്തു നിന്നുള്ള ഈ പെട്ടെന്നുള്ള മാറ്റം അമേരിക്കൻ സമ്മർദ്ദ തന്ത്രങ്ങൾ ഫലം കാണുന്നു എന്നതിന്റെ സൂചനയായിട്ടാണ് വൈറ്റ് ഹൗസ് വിലയിരുത്തുന്നത്. ഇറാൻ ഭരണകൂടത്തിനുള്ളിൽ കടുത്ത ആഭ്യന്തര കലഹം നടക്കുന്നുണ്ടെന്ന ഗുരുതരമായ ആരോപണവും ട്രംപ് ആവർത്തിച്ചു. അവിടെ ആർക്കാണ് ഭരണത്തിന്റെ നിയന്ത്രണമെന്ന് അവർക്ക് പോലും അറിയില്ല. നേതൃത്വത്തിനായി അവർ പരസ്പരം പോരടിക്കുകയാണ്. അവിടെ ആരാണോ കാര്യങ്ങൾ നിയന്ത്രിക്കുന്നത് അവരുമായി താൻ ഇടപെടുമെന്നും ട്രംപ് പരിഹസിച്ചു. ഇറാൻ നേതൃത്വത്തിലെ ഈ ആശയക്കുഴപ്പമാണ് ചർച്ചകൾ നീണ്ടുപോകാൻ കാരണമെന്നാണ് അമേരിക്കയുടെ വാദം. പാകിസ്ഥാൻ സൈനിക മേധാവി ഫീൽഡ് മാർഷൽ അസീം മുനീർ, പ്രധാനമന്ത്രി ഷെഹ്ബാസ് ഷെരീഫ് എന്നിവരുമായി ഇറാൻ വിദേശകാര്യമന്ത്രി അബ്ബാസ് അരാഗ്ചി ശനിയാഴ്ച കൂടിക്കാഴ്ച നടത്തിയിരുന്നു. ഇതിന് പിന്നാലെ അമേരിക്കൻ പ്രതിനിധികളുമായി കൂടിക്കാഴ്ചയ്ക്ക് ഇറാൻ തയ്യാറാകാതെ വന്നതോടെയാണ് ജാരേഡ് കുഷ്ണറുടെയും സ്റ്റീവ് വിറ്റ്കോഫിന്റെയും യാത്ര ട്രംപ് റദ്ദാക്കിയത്. നേരിട്ടുള്ള ചർച്ചയ്ക്ക് പകരം പാകിസ്ഥാൻ വഴി സന്ദേശങ്ങൾ കൈമാറുന്ന രീതിയാണ് ഇറാൻ താൽപ്പര്യപ്പെടുന്നത്. സമ്പുഷ്ടീകരിച്ച യുറേനിയം പൂർണ്ണമായും വിട്ടു നൽകണമെന്ന അമേരിക്കയുടെ ആവശ്യം ഇറാൻ ഇതുവരെ അംഗീകരിച്ചിട്ടില്ല. കൂടാതെ ഹോർമൂസ് കടലിടുക്കിലൂടെയുള്ള എണ്ണക്കടത്തിന് തടസ്സമുണ്ടാകില്ലെന്ന് ഉറപ്പു നൽകണമെന്നും ട്രംപ് ആവശ്യപ്പെടുന്നു. എന്നാൽ നേരത്തെയുള്ള ചർച്ചയ്ക്ക് പിന്നാലെ തങ്ങൾ ആക്രമിക്കപ്പെട്ടത് ചൂണ്ടിക്കാണിച്ച് അമേരിക്കയെ വിശ്വസിക്കാൻ കഴിയില്ലെന്ന നിലപാടിലാണ് ടെഹ്റാൻ. സമാധാനത്തിനുള്ള വാതിലുകൾ അടഞ്ഞിട്ടില്ലെന്ന് ഇറാൻ വിദേശകാര്യമന്ത്രി പറയുമ്പോഴും പരസ്പര വിശ്വാസമില്ലായ്മ ചർച്ചകളെ തളർത്തുകയാണ്.